നമസ്തേ. കേരളത്തിൽ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ പ്രതിഷേധവും വീണ്ടും ചർച്ചയാവുകയാണ്. PSCയിലെ ക്രമക്കേടുകളും അഴിമതികളും ആരോപിച്ച് കോൺഗ്രസ് നേതാവ് VD സതീശന്റെ പ്രതിഷേധ രീതിക്കെതിരെയും പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് യുവമോർച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തി. ഇന്ന് അരാജകവാദികൾക്കും യുവജന വഞ്ചകർക്കുമെതിരെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്കാണ് യുവമോർച്ച മാർച്ച് നടത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ V മനുപ്രസാദിന്റെ അധ്യക്ഷതയിൽ BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മാർച്ചിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രതിഷേധം സംഘർഷഭരിതമായി. സംഭവത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം.
ഈ പടയണിയുടെ അധ്യക്ഷൻ നമ്മുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ പ്രിയങ്കരനായ പി മനുപ്രസാദാണ്. ഈ സമരത്തിന്റെ അധ്യക്ഷനായി മനുച്ചേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ഗോപകുമാർ സാർ MLA, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷേട്ടൻ, പി സുധീർജി തുടങ്ങി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇവിടെ ഇന്ന് യുവമോർച്ചയുടെ ഈ സമരത്തിന് അഭിസംബോധനകൾ ചെയ്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ എന്തിനാണ് ഈ സമരം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ സമരവുമായി വന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധി കേക്ക് മുറിക്കാൻ വേണ്ടി വരൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിമാരെ വിളിച്ചു വരുത്തി പറ്റിച്ചതുപോലെ ആയിരുന്നില്ല യുവമോർച്ചയുടെ ഈ സമരം. ഞങ്ങൾ കൃത്യമായി പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, പോലീസ് വാമന്മാരോട് പറഞ്ഞു, ഞങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് വരുന്നുണ്ട് യുവമോർച്ചയുടെ സമയം പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു, അരാജകവാദികൾ നടത്തിയ സമരം പോലെ ആയിരിക്കില്ല. ഉറച്ച മുഷ്ടയും മച്ചയും മാംസവുമുള്ള നിരായുധരായ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വരും. അക്രമത്തിന്റെയോ ആയുധത്തിന്റെയോ ഒരു പിന്തുണ ഞങ്ങൾക്കുണ്ടാവില്ല. മറിച്ച് ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈ യുവശക്തിയുടെ പോരാട്ടം ഈ ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങളുടെ ടാങ്കുകളിലെ വെള്ളം, ജലപീരങ്കിയിലെ വെള്ളം, ലാത്തിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അനുകൂടി കൂട്ടിക്കോ. ഈ സമരം അവസാനിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളതേ അല്ല. കേരളത്തിലെ PSCയുടെ വ്യാപകമായി നടക്കുന്ന ഈ സമയത്ത് അതൊന്നും തിരിഞ്ഞു നോക്കാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി എന്ന പദവിയിലിരിക്കുന്ന ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട്, യുവാക്കളോട് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തിന് ഞങ്ങളെ പിന്തുണയ്ക്കാൻ, ഈ പരിപാടി, ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ ചാത്തന്നൂർ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള നിയമസഭയ്ക്കകത്ത് PSC വിഷയം ഉന്നയിച്ച പ്രിയപ്പെട്ട ഗോപകുമാറാണ്. അദ്ദേഹം ഞങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനു പ്രസാദ്, ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ജി, ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂന്ദ്ര ശ്രീകുമാർ, ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ അടക്കമുള്ള പാർട്ടിയുടെയും യുവമോർച്ചയുടെയും നേതാക്കന്മാർ ഇന്ന് ഈ തീഷ്ണമായ സമരത്തിന് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തുടക്കം കുറിച്ച പ്രിയപ്പെട്ട യുവമോർച്ചയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകരെ, ഇവിടെ മനു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സമരത്തിന്, വലിയൊരു പോരാട്ടത്തിന് ഇന്ന് അനന്തപുരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി തുടക്കം കുറിക്കുകയാണ്. ഡൽഹിയില് അമിത്ഷാജിയുടെ പോലീസ് ഇത്രയും വലിയ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടില്ല, ഇത്രയും വലിയ ഭീഷണി പോലീസ് നടത്തിയിട്ടില്ല. ചെറിയൊരു ജലപീരങ്കി പ്രയോഗം
ഡൽഹിയിൽ നടത്തിയപ്പോൾ ഓടി മറഞ്ഞ കോൺഗ്രസുകാരെ നമ്മൾ കാണുകയുണ്ടായി. അവരുടെ മുന്നിലാണ് ഈ പോലീസ് വളരെ തീക്ഷ്ണമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ട് പിന്മാറാതെ ഉജ്ജ്വലമായ ഒരു സമര പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മളിന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. PSC പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ഇവിടെ ചില പോരാട്ടങ്ങൾ നടത്തുന്നു. മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടെടുത്തിയ തീരുമാനം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് ലോകാരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ എന്ത് നടപ്പിലാക്കുവാൻ പോകുന്നു എന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളോട് രക്ഷകർത്താക്കളോട് അദ്ദേഹം ഇന്നലെ തുറന്നു പറഞ്ഞു. അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ടുപിടിക്കേണ്ടത്. അതിവേഗ കോടതി സ്ഥാപിക്കുന്നു. കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. യാതൊരു വിട്ടുവീഴ്ചയും നീറ്റ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല. അതിവേഗ കോടതി അതിന്റെ തീരുമാനങ്ങളിലേക്ക് പോകും. CBIയുടെ അന്വേഷണം നടത്തും. രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്ക പരിഹരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി തയ്യാറാണ് എന്ന് ഇന്നലെ അർദ്ധരാത്രി അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. അവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ വെട്ടിക്കൊടുക്കുവാൻ ശ്രമിക്കുന്നവർ, ഇന്നലെ ഈ രാജ്യങ്ങളിൽ വിധ്വംസക പ്രവർത്തനം നടത്തുന്നവർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം നടത്തുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, ഭാരതത്തിന്റെ രാഷ്ട്ര സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കൈകളിൽ ഒരു കളിപ്പാവയായി മാറിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയതുപോലുള്ള സമരമല്ല കേരളത്തില് PSCയുടെ നിരന്തരമായ അട്ടിമറിക്കെതിരെ നടത്തുന്ന യുവമോർച്ച നടത്തുന്ന ഈ സമരം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ ഈ ആമ്പാറ്റകളല്ല ഈ യുവമോർച്ച പ്രവർത്തകർ. മറിച്ച് ഏത് വെല്ലുവിളിയെയും അതിജീവിക്കുവാൻ, ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുവാൻ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ക്ലിഫ് ഹൗസിന് വെളിയിലിറങ്ങില്ല. ഈ ചൊണക്കുട്ടന്മാർ മാത്രം മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. കേരളത്തിലെ PSCയുടെ തട്ടിപ്പ് ഇവിടെ പുറത്തു വരികയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ പ്ലാനിംഗ് ബോർഡ് ചീഫ് എക്സാം, KS പോലെ സെക്രട്ടേറിയറ്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന പരീക്ഷ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ. അതിൽ 58 ചോദ്യങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല. മറിച്ച് PSC അവിടെ തീരുമാനിക്കുന്നത് ഇടതുപക്ഷത്തിൽപ്പെട്ടവർ അവർ ഈ പരീക്ഷയിൽ വിജയിക്കണം, അവർ ഉദ്യോഗാർത്ഥികളായി മാറണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾ, PSCയുടെ ഉദ്യോഗം കാത്ത് പ്രതീക്ഷിക്കുന്ന ആ ചെറുപ്പക്കാർ, അവർ സംശയം തോന്നിയപ്പോൾ അവർ വിവരാവകാശ നിയമം എടുക്കുന്നു. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആൻസർ പേപ്പർ അവർ വാങ്ങുകയാണ്. അപ്പോഴാണ് ആ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകുന്നത് 18 ചോദ്യങ്ങൾ, അവരുടെ 18 ചോദ്യങ്ങൾ അത് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല. ആരെ സംരക്ഷിക്കാൻ വേണ്ടി? PSCയുടെ എല്ലാ വിശ്വാസ്യതയും ഇല്ലാതാക്കുന്ന നിരന്തരമായ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ക്രിമിനലായ, തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ക്രിമിനലായവർ PSC പരീക്ഷയിൽ, പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1ാം റാങ്കിൽ വന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുടെ എല്ലാ പരീക്ഷാ ക്രമക്കേടുകളും അന്വേഷിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? അതോ LDFനെ നിങ്ങളുടെ ഘടകകക്ഷിയായ ഇന്നലകളിൽ അവർ ഡൽഹിയിൽ പോയി നിന്ന് ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചു. ജോൺ ബ്രിട്ടാസ് വിളിച്ച മുദ്രാവാക്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഏറ്റുവിളിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുടെ ക്രമക്കേട്, ആ വിദ്യാർത്ഥികൾ വിവരാവകാശ നിയമം അനുസരിച്ച് എടുത്ത ആ മറുപടിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? എന്താ PSC ചെയർമാന്റെ ഏറ്റവും പുതിയ തീരുമാനം? കേരളത്തിലെ PSC ചെയർമാന്റെ പുതിയ തീരുമാനം, ചോദ്യ പേപ്പർ തയ്യാറാക്കിയ ആരാണ് എന്ന ലിസ്റ്റ് ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറില്ല.
ആരാണ് അപ്പോൾ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയത്? PSC ചെയർമാൻ. ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ പറയുന്നു ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ ലിസ്റ്റ് ഞങ്ങൾ കൊടുക്കില്ല എന്ന്. CPM-ന്റെ നേതാക്കന്മാർ ഇന്നലെ വിദ്യാലയത്തിന്റെ അടുത്തുപോലും പോകാത്തവർ തയ്യാറാക്കിയ ചോദ്യമാണ്. ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ ലിസ്റ്റ് കൊടുക്കില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? ആ ലിസ്റ്റ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ചോദിച്ചു വാങ്ങിയിട്ട് ആ കുറ്റവാളിയെ ശിക്ഷിക്കുവാനുള്ള നിയമം നിങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറുണ്ടോ? ആരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇന്നലെ രാത്രി 12 മണിക്ക് ഈ രാജ്യത്തോട് സംവേദിച്ചതുപോലെ ഇന്ന് രാത്രി നിങ്ങൾക്ക് പറയാമോ PSC തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാനുള്ള കരുത്തുണ്ടോ? ആർജവമുണ്ടോ? ഇവിടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ, കേരളത്തിലെ യുവതീ യുവാക്കളെ PSC വഞ്ചിക്കുമ്പോൾ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ തന്റെ ഇടം കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്നലെ അതീവ സുരക്ഷയുള്ള, രാഷ്ട്ര സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശത്ത് പോയി ഇത്തരം സമരാഭാസങ്ങൾ നടക്കുന്നത്. പക്ഷെ അദ്ദേഹം ബുദ്ധിമാന. ഇന്നലെ അദ്ദേഹം അറസ്റ്റ് വരിച്ചില്ല. അറസ്റ്റ് വരിച്ചാൽ അടുത്ത നിയമ നടപടി എന്താണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാം. അറസ്റ്റിന് ഭയന്ന് രാവിലെ എനിക്ക് 8 മണിക്ക് ഫ്ലൈറ്റ് ആണെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല യുവമോർച്ചയുടെ പ്രവർത്തകർ. നിങ്ങൾ ഏത് അറസ്റ്റ് നടത്തിയാലും, നിങ്ങൾ ഏത് ഭീഷണി നടത്തിയാലും ശരി, ഈ സമരം അതിന്റെ വിജയം കാണുന്നവരെ, ഇവിടുത്തെ PSC ഉദ്യോഗാർത്ഥികളുടെ, കേരളത്തിന്റെ യുവതീ യുവാക്കളുടെ പ്രതീക്ഷ സാക്ഷാത്കരിക്കുന്നവരെ ഈ സമരവുമായി യുവമോർച്ച പാർട്ടി മുന്നോട്ട് പോകും എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഇന്നലെ ഡൽഹിയിൽ ചെന്ന് ഒരുപാട് പേരോട് ചിരിച്ചു. ഭാരതത്തിന്റെ യുവതീ യുവാക്കളോട് ചിരിക്കുന്നുവെന്നാണ് നിങ്ങൾ പറഞ്ഞത്. KSU പ്രസിഡന്റിനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ മറക്കരുത്. കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളെ കാണുമ്പോൾ, കേരളത്തിലെ യുവതീ യുവാക്കളുടെ ആവശ്യവുമായി നിങ്ങളെ മുന്നിൽ വരുമ്പോൾ ആ ചിരി നിങ്ങൾ മറക്കരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കരുത്തുറ്റ സമരം നടത്തുന്ന കേരളത്തിലെ യുവതീ യുവാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തര പോരാട്ടം നടത്തുന്ന മനു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഈ യുവമോർച്ചയുടെ സമരം അത് നാളുകളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് പടരുമെന്ന് ഈ ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം അതിന് അന്തിമ വിജയം കണ്ടേ മാറൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം കൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഡൽഹിയിൽ പറഞ്ഞത് കേന്ദ്ര മന്ത്രി രാജിവെക്കണമെന്ന ആ ആവശ്യം ഈ നിങ്ങളെ കഴിഞ്ഞ ആഴ്ച PSCയുടെ ചോദ്യപേപ്പർ മാറി. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ സംസ്ഥാനത്ത് നിങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചോദ്യപേപ്പർ മാറിപ്പോയതുമായി ബന്ധപ്പെട്ട് രാജിവെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ തയ്യാറുണ്ടോ? ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യുവമോർച്ചയുടെ സമരത്തിന് ഇത്ര വ്യാപകമായ ജനപിന്തുണ, യുവതീ യുവാക്കളുടെ പിന്തുണ ലഭിക്കുന്നത്. ഇതിനൊരു അരാഷ്ട്രവാദിയുടെയും പിന്തുണ ആവശ്യമില്ല. ഈ രാജ്യത്തെ വിദേശത്തുള്ള ഒരു ഫണ്ടിംഗ് ഏജൻസിയുടെയും സഹായം ഞങ്ങൾക്കില്ല. യുവജനങ്ങളുടെ കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. സുരേഷ് ഏട്ടനെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഈ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ മനു പ്രസാദ്, ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള നേതാവും കേരള അസംബ്ലിയിലെ BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറുമായിട്ടുള്ള ശ്രീ BV ഗോപകുമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് P സുധീർ, ശ്രീ O നിതീഷ്, ശ്രീ കരമന ജയൻ, ശ്രീ പൂന്ത്ര ശ്രീകുമാർ, ഈ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ വരുൺ, ശ്രീ ഗോകുൽ, ശ്രീ വിഷ്ണു, അതുപോലെ ശ്രീ അഖിൽ തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യുവമോർച്ചയുടെ പ്രിയപ്പെട്ട പോരാളികളെ,
ഇത് ചരിത്രത്തിലെ അതിനിർണായകമായിട്ടുള്ള ഒരു സമരത്തിലാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് നേതൃത്വം നൽകുന്നത്. ഈ കേരളത്തിലെ യുവതയുടെ ശബ്ദമാണ് യുവമോർച്ച. ഈ കേരളത്തിൽ ഇടതും വലതും എടുത്ത യുവതയെ ഇത്രയും കാലം വഞ്ചിച്ചതിന്റെ ചരിത്രമാണ് 70 ആണ്ടത്തെ കേരളത്തിന്റെ ചരിത്രമെങ്കിൽ യുവതയുടെ നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമര പോരാട്ടത്തിൽ സധൈര്യം മുന്നോട്ടു പോകുന്ന കരുത്തിന്റെ പ്രതീകമാണ് താമരയങ്കിത ഹരിതകാവി പതാക പിടിക്കുന്ന ഭാരതീയ ജനതാ യുവമോർച്ച ഇന്നിതാ അനന്തപുരി നിവാസികൾക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സമര പോരാളികൾക്ക് സാധിച്ചിരിക്കുകയാണ്. ഈ സമരയുടെ നമ്മൾ സംഘടിപ്പിക്കുന്നത് നേരത്തെ ശ്രീ DD ഗോപകുമാർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള അട്ടിമറിക്ക് വേണ്ടിയല്ല. ഈ ഭാരതത്തിന്റെ ഭരണഘടനയെയോ ഭാരതത്തിന്റെ ഏതെങ്കിലും ജനാധിപത്യ സംവിധാനത്തെയോ അട്ടിമറിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് കുറച്ചു നാളുകളായിട്ട് നടന്നു വരുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടല്ല ഇന്ന് ഭാരതീയ ജനതാ യുവമോർച്ച ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി വരുന്ന യുവമോർച്ചയുടെ പ്രവർത്തകർ VD സതീശന്റെ പോലീസിന്റെ ഇത്തരത്തിലുള്ള താണ്ഡവത്തിൽ പരിക്കേറ്റുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തകരെ പലരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രവർത്തകരെ മർദ്ദിച്ചൊതുക്കിയും കാരാഗ്രഹത്തിലടച്ചും അതോടൊപ്പം തന്നെ ആക്രമിച്ചും തകർക്കാൻ സാധിക്കുന്നതല്ല ഭാരതീയ ജനതാ യുവമോർച്ച ഉയർത്തുന്ന സമര പോരാട്ടമെന്ന് VD സതീശനെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുകയാണ്. ഈ സമരം ആരെങ്കിലും അട്ടിമറിക്കാനുള്ള സമരമല്ല. ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരമാണ്. PSC എന്ന് പറയുന്നത് ഇന്നൊരു വെള്ളാന സംവിധാനമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. ആ PSCയിലെ അംഗങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം വാങ്ങി 22 പേർ വാണരുളുകയാണ് PSCക്കകത്ത്. ആ PSCക്കകത്ത് വാണരുളുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ ഇന്ന് ഇവിടുത്തെ യുവാക്കളുടെ വഞ്ചകന്മാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസുകാരായാലും PSC എന്ന് പറയുന്നത് ഇതുപോലെ വെട്ടിത്തിന്നാനും അതോടൊപ്പം തന്നെ അധമ ചിന്തകൾ നടത്താനും പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. ഇവിടുത്തെ യുവാക്കൾ ഇന്ന് മുട്ടിനിഴയുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ യുവാക്കൾ ഇന്ന് മണ്ണു തിന്നുന്ന അവസ്ഥയാണ്. ഇങ്ങനെ യുവാക്കളെ മുട്ടിനിഴയിക്കുകയും മണ്ണു തിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനത്തിനെതിരായി നടപടി വേണമെന്നാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. ആ നടപടി എടുക്കാൻ എന്തേ 2 മാസമായിട്ടും VD സതീശൻ തയ്യാറാകുന്നില്ല. PSCയിലെ യുവാക്കളെ ദ്രോഹിക്കുന്ന ഈ PSC സംവിധാനത്തിനെതിരെ CBI അന്വേഷണം നടത്തണം, ജുഡീഷ്യൽ അന്വേഷണം നടത്തണം, നടപടികൾ എടുക്കണം. യുവാക്കളുടെ പ്രതീക്ഷ അത് സംരക്ഷിക്കാൻ VD സതീശന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് യുവാക്കളുടെ പ്രതീക്ഷ സംരക്ഷിക്കണം. നിങ്ങൾ അങ്ങ് പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ സംവിധാനമുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ട് മിസ്റ്റർ VD സതീശൻ നിങ്ങൾ സമരത്തിന് പോയി. അവിടെ ചെന്ന് നിങ്ങൾ കുത്തിയിരുന്ന് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന വിഘടനവാദ വിധ്വംസക ശക്തികളോടൊപ്പം ചേർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ചത് ഭരണഘടനാപരമായിട്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കാതെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഈ പ്രബുദ്ധ കേരളം കാണുന്നത്. അങ്ങനെ അവിടെ ചെന്ന് വെല്ലുവിളിച്ച VD സതീശ, അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിച്ചത്? നീറ്റിന്റെ പേരിലല്ലേ? നീറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സംഭവിച്ച ഒരു ദുരന്തമാണ് എന്ന് ആദ്യം പറഞ്ഞതാരാ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് പറഞ്ഞത്. നീറ്റ് ചോർച്ച എന്ന് പറയുന്നത് ഈ നാട്ടിൽ സംഭവിച്ച ഒരു ദുരന്തമാണ്. അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ കൽത്തുറുങ്കിലാണ്. ആ നീറ്റ് പരീക്ഷ ചോർത്തിയ മുഴുവൻ പ്രതികളെയും അകത്താക്കി കൽത്തുറുങ്കിലാക്കിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു, 1 വർഷത്തിനുള്ളിൽ ഈ നീറ്റ് ചോർച്ചയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ളവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു കുഞ്ഞിന്റെയും ഒരു വിദ്യാർത്ഥിയുടെയും ഭാവിയെ ചോദ്യം ചെയ്യാൻ, അവന് പ്രതിസന്ധി ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉജ്ജ്വലമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. അതുപോലെ തന്നെ വരുന്ന പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് കുറ്റമറ്റ രീതിയിലുള്ള പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള കമ്മിറ്റിയെ നിയോഗിച്ചു. അതിനുവേണ്ടിയുള്ള നടപടികളുമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ് ചോർന്നതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കരയുന്നത് നമ്മൾ കണ്ടു. അവരുടെ കരച്ചിലിനോടൊപ്പമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ നാട്ടിലെ മുഴുവൻ ജനതയും അവരോടൊപ്പമായിരുന്നു.
അതിനുശേഷം എന്താണ് പ്രധാനമന്ത്രി ചെയ്തത്? ഇവിടത്തെ ഡിഫൻസ് സംവിധാനം, ആർമി, എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുന്ന ഇന്ത്യക്കെതിരെ വരുന്ന ശക്തികളെ ചെറുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഇവിടുത്തെ സൈനിക വിഭാഗത്തെ വെച്ച് ഈ കുട്ടികളുടെ പരീക്ഷ സുഗമമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് രണ്ടാമതും പരീക്ഷയും കഴിഞ്ഞ് അതിന്റെ മറ്റെല്ലാ നടപടികളും പൂർത്തിയായി നീറ്റിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചപ്പോൾ വരുന്നു എവിടെയോ ഏതോ സുഖവാസ കേന്ദ്രത്തിൽ അജ്ഞാതരുമായിട്ട് ജീവിച്ച ഇവിടത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പ്രത്യക്ഷപ്പെടുകയാണ്. ഞാനും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടേ എന്നറിയിക്കാനായി നേരത്തെ പറഞ്ഞതുപോലെ ഈ ആമ്പാറ്റകളോടൊപ്പം ഒരുമിച്ചു ചേർന്ന് ഈ നാടിനെ നശിപ്പിക്കുന്ന കലുഷിതമായ സമര പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു. അവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും നടുറോഡിലിട്ട് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാരുടെ സംഘത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുന്നു. അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിലിട്ടടിക്കുന്ന അരാജകത്വത്തിന്റെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കുന്നു. ഈ ഡൽഹി എന്ന പ്രദേശം മുഴുവൻ അക്രമാസക്തമാക്കിയ, കലാപകലുഷിതമാക്കിയ, അരാജകത്വ സമാനമാക്കിയ ആ രാജ്യദ്രോഹ ശക്തികളോടൊപ്പം ചേർന്ന് ഈ രാജ്യത്തെ അട്ടിമറിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇവിടത്തെ രാഹുൽ ഗാന്ധിക്കുള്ളതെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, നിങ്ങളുടെ അപ്പൂപ്പൻ ഭരിച്ച ഇന്ത്യയല്ല എന്നുള്ളത്, നിങ്ങളുടെ അമ്മൂമ്മ ഭരിച്ച ഇന്ത്യയല്ല എന്നുള്ളത്, നിങ്ങളുടെ അച്ഛൻ ഭരിച്ച ഇന്ത്യയല്ല എന്നുള്ളത്, ഇന്ന് ഇന്ത്യ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭരിക്കുന്ന ആഗോള ശക്തിയാണ് ഇന്നത്തെ ഇന്ത്യ. ആ ഇന്ത്യയെ അട്ടിമറിക്കാൻ ഇനി ഒരു കോൺഗ്രസുകാരനും സാധ്യമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും സാധ്യമല്ല, ഒരു ഇന്ത്യ മുന്നണിക്കാരനും സാധ്യമല്ല, ഒരു വിഘടനവാദിക്കും സാധ്യമല്ല, ഒരു വിധ്വംസകവാദിക്കും സാധ്യമല്ല. അജയ്യമാണ് നമ്മുടെ ഭാരതം, അഖണ്ഡമാണ് നമ്മുടെ ഭാരതം. ഭാരതാംബയ്ക്ക് വേണ്ടി ജയ ജയ പാടുന്ന ഒരു പ്രധാനമന്ത്രി 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ രാജ്യത്തിന്റെ ശ്രേയസ്സിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഈ രാജ്യത്തിലെ യുവാക്കൾക്ക് വേണ്ടി ഇവിടെ കാവലിരിക്കുകയാണ്. ആ പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ, ആ പ്രധാനമന്ത്രിയെ അപമാനിക്കാൻ ഈ രാജ്യത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല, ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു, കോൺഗ്രസുകാരെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ ഈ സമരം പ്രസക്തമാകുന്നത്. നീതിക്ക് വേണ്ടി, ഈ അവകാശങ്ങൾക്ക് വേണ്ടി അടരാടുന്നതൊപ്പം ഈ രാജ്യത്തെ രാഷ്ട്രീയ ബുദ്ധിപൂർവമായിട്ടുള്ള നിലപാടുകളും എടുത്തുകൊണ്ട് ഭാരതീയ ജനതാ യുവ മോർച്ച കേരളത്തിൽ അനിഷേധ്യമായ യുവതയുടെ ശക്തിയായി ഇന്ന് അനന്തപുരിയിൽ അത്യുജ്വലമാർന്ന പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് അതിശക്തമായി അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ ലാത്തിയും ബാരിക്കേഡുകളും ജലപീരങ്കികളും ഒക്കെ ഒരുക്കിയിട്ടോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കാത്ത, നിങ്ങൾ നടപടിയെടുക്കേണ്ട പോലീസിന്റെ, മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ ഞങ്ങൾ നിങ്ങളുടെ മുറ്റത്ത് വന്നു നിന്ന് ഇതാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ, കേരളത്തിലെ യുവാക്കളെ മുഴുവൻ മുക്കുന്ന മന്ത്രിയാണോ എന്ന ചോദ്യം യുവമോർച്ച ഇവിടെ നിന്ന് ചോദിക്കുകയാണ്. ഇനി തൂക്കി മുഖ്യമന്ത്രി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് പടർത്തിവിടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ തുടക്കമാണ് ഇവിടെ നടന്നത് എന്നറിയിക്കുകയാണ്. കാരണം ആരോരുമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് PSC ലിസ്റ്റിൽ ഇടം തേടി ജോലി കിട്ടുമെന്ന് പറഞ്ഞിരുന്ന് നിങ്ങൾ ജോലി കൊടുക്കാതെ ആത്മഹത്യ ചെയ്തു പോയവർ, ജീവൻ നഷ്ടപ്പെട്ടവർ, ജീവിതമില്ലാതായവർ നിരവധി ഈ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയും ശബ്ദിക്കാൻ ഇയാമ്പാറ്റകളല്ലാത്ത ഒരു കൂട്ടർ ഉണ്ടാകണം. ആ കൂട്ടർ കേരളത്തിലെ യുവമോർച്ചയാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. രണ്ട് ഞങ്ങൾ സമാധാനത്തോടുകൂടി ഈ സമരം നടത്തി. പക്ഷേ നിങ്ങൾ മൃഗീയമായി നേരിട്ടു.
ഞങ്ങളുടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. നിരവധി പ്രവർത്തകർ ഇപ്പോഴും പരിക്കുപറ്റി റോഡിലുണ്ട്. ഇവരെയെല്ലാം ആശുപത്രിയിൽ എത്തിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ സമരം ഇവിടെ നിന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ നിൽക്കണമെന്ന് നിങ്ങൾ ബാരിക്കേഡ് വെച്ചത് കൊണ്ട് നിന്നതല്ല, ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് മുങ്ങിയ മുഖ്യമന്ത്രി യുവമോർച്ചയുടെ സമരം ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഇവിടെ നിന്നും മുങ്ങിയെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. നിങ്ങളില്ലാത്തൊരിടത്തേക്ക് ഞങ്ങൾ വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ റോഡുകളിലൂടെ ചീറിപ്പായാനാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഇത് നിങ്ങൾ ഇനി നേരിടേണ്ടി വരും. ഇനി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ബാക്കി എല്ലാവരും വരുമ്പോൾ തലോടലുകളാണ്. നിങ്ങൾക്ക് നേരെ ഒരു പരിക്കില്ല, നിങ്ങളുടെ ദേഹത്ത് ഒരു അക്രമം അഴിച്ചുവിട്ടിട്ടില്ല. സമാധാനത്തോടുകൂടി, ആർജവത്തോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി തീവ്രവാദികളല്ലാത്തവരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ള ഒരേ ഒരു സംഘടന കൃത്യമായി പൊരുതി, കൃത്യമായി പ്രതിഷേധം നടത്തി. പക്ഷെ നിങ്ങൾ മൃഗീയമായി നേരിട്ടു. ഇതിന് നിങ്ങൾക്ക് മറുപടി തരുന്ന ഒരു സമയവും ഞങ്ങൾക്കുണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമരം ഉയർത്തി എല്ലാ ആവശ്യങ്ങളും തുടർന്നുകൊണ്ടുള്ള സമരങ്ങളുമായി യുവമോർച്ച മുന്നോട്ട് പോകും. ഈ സമരത്തിന് പങ്കെടുത്ത ധീരരായ പ്രവർത്തകർക്ക്, അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകരായിട്ടുള്ള അദീന ഭാരതിയും സുധയും തുടങ്ങി നമ്മുടെ നിരവധി വനിതാ പ്രവർത്തകരുടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തു. നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, മറ്റു ഭാരവാഹികൾ, ഓരോ പ്രവർത്തകരും പോലീസ് അടിക്കുന്ന ജലപീരങ്കിയുടെ മുന്നിൽ പോലീസ് ലാത്തിയിട്ട് കുത്തുമ്പോൾ, പോലീസ് അവരുടെ കൈത്തണ്ട കടിക്കുമ്പോൾ ആ കൈയൊന്ന് പിൻവലിക്കാതെ യുവമോർച്ചയുടെ പോരാട്ട വീര്യത്തെ കാണിച്ചു കൊടുത്ത ഓരോ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഈ സമരത്തിന് ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ മുഴുവൻ നേതാക്കൾക്കും യുവമോർച്ചയുടെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രത്യേകമായി പറയുന്നു, മുതിർന്ന നേതാക്കൾ ഇവിടെ എത്തി ഞങ്ങൾക്ക് വേണ്ടി അഭിസംബോധന ചെയ്തു, ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയും പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും എല്ലാം ഉണ്ട്. അതോടൊപ്പം ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കളും അണിനിരക്കുന്നുണ്ട്. ഇന്ന് PSC സമരത്തിന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി പോയി സംസാരിച്ചിരുന്നു. അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചു, ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരിട്ട് വന്ന് കാണാമെന്ന് യുവാക്കൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റെ ലക്ഷണമതാണ്, ഉത്തരവാദിത്തമതാണ്, കടമയതാണ്. അല്ലാതെ ഒളിച്ചു പോയി കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് കുത്തിയിരിക്കുന്നതല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റെ ലക്ഷണം. പിന്നെ ഉത്തരവാദിത്തം എന്നുള്ളത് VD സതീശൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതവിടെ നിർത്തുന്നു. ഈ സമരം നമ്മൾ സമാധാനത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. പരിക്കുപറ്റിയ മുഴുവൻ ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിന് വീഴ്ച വന്നാൽ മാത്രം നമ്മൾ മറ്റെന്തെങ്കിലും ആലോചിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് സമാധാനത്തോടുകൂടി പിരിഞ്ഞു പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വന്ദേ മാതരം. ജലപീരങ്കി പ്രയോഗവും സംഘർഷാവസ്ഥയും നിറഞ്ഞ ഈ പ്രതിഷേധം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ക്ലിഫ് ഹൗസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. ഇതിന്റെ പോലീസ് നടപടിക്കെതിരെ വിമർശനം ശക്തമാകുമോ എന്ന് കണ്ടറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വേണ്ടി ഞങ്ങളുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.